സർവീശ്വരായ നമഃ. ഓം സർവലോകൈകനാഥായൈ നമഃ. ഓം അണ്ഡകടാഹങ്ങളെ നിയന്ത്രിച്ചു വാഴുന്ന സർവശക്തി സ്വരൂപമേ നമഃ. സാഗര സമാനമായി ലസിക്കും ആയുർവേദ സാഗരഗർഭത്തിൽ നിന്നെടുത്ത രത്നൗഹങ്ങൾ ചാണമേലുരച്ച് ആർക്കും ഭവിപ്പാൻ തക്കവണ്ണം ആണതിൽ കോർത്തിട്ടുള്ളതെന്ന വാസ്തവമോൽ വല്ലതും കുറവ് ഇതിലുണ്ടായാൽ അത് പുറത്ത് അല്ലല്ലകറ്റുവാൻ ഇതിനുള്ള സംഭൂജ്യയോഗം സ്വസ്ഥമായി പ്രയോഗിച്ച് ശുദ്ധരായി മഹാജനം വല്ലാരി പ്രഭവത്താൽ വസിക്ക മക്കളും. എല്ലാ സജ്ജന സുമനസുകൾക്കും ഔഷധ സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഔഷധം ശുദ്ധിയാക്കുന്ന ശുദ്ധിക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രസം അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്ന സാധനം എങ്ങനെ ശുദ്ധിയാക്കി നമുക്ക് കഴിക്കാൻ, അതായത് വിഷമാണ്, അത് കഴിച്ചാൽ മരിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേറിട്ടിട്ട് അതിനെ ശുദ്ധിയാക്കി ആയുർവേദം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ രസത്തിന് 3 ദൂഷ്യങ്ങളാണുള്ളത്. ഒന്ന് അഗ്നിദൂഷ്യം, ഒന്ന് മലദൂഷ്യം, ഒന്ന് വിഷദൂഷ്യം. ഇങ്ങനെ 3 എണ്ണവും മാറ്റിയെടുത്താൽ അത് അമൃതിന് തുല്യമാകും. അപ്പോൾ അതിനെ 3 മാറ്റിയെടുക്കാൻ, ഒന്ന് രസത്തെ കറ്റാർവാഴപ്പോള 21 മണിക്കൂർ അല്ലെങ്കിൽ 7 യാമം അരയ്ക്കണം. അതുപോലെ തന്നെ കൊടുവേലി, ഇത് കൊടുവേലിയുടെ കിഴങ്ങാണ്. ഇതിടിച്ചു പിഴിഞ്ഞ നീരിനകത്താണ് ഞങ്ങൾ ഈ രസത്തെ ശുദ്ധി ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധി ചെയ്തെടുക്കുന്ന ഇതിൻ്റെ നീരെടുക്കും. ഞാൻ ഈ ഇടിക്കുന്ന വസ്തുവാണ് കൊടുവേലി കിഴങ്ങ്. ഈ കൊടുവേലി കിഴങ്ങിനകത്ത് ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് ശുദ്ധിയാക്കി അത് കഴിഞ്ഞ് കറ്റാർവാഴപ്പോളയുടെ നീരിനകത്ത് ഇടിച്ച് അരച്ച് ഈ 21 മണിക്കൂർ അരച്ചതിന് ശേഷം പിന്നെ ത്രിഫല നീരിനകത്തും 21 മണിക്കൂർ അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രിഫല കഷായത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ രസം അത് അമൃതിന് തുല്യമായി നമുക്ക് കഴിക്കത്തക്ക രീതിയിലായി. അങ്ങനെ രസം, വത്സനാഭി എന്നിവ ശുദ്ധി ചെയ്തതിന് ശേഷം വേണം ഈ ഔഷധത്തെ ചേർക്കാൻ. അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. സൂര്യപ്രഭ എന്ന് പറഞ്ഞാൽ കാസശാസഹരി നവജ്വരഹരി നാമം സൂര്യപ്രഭ. അതായത് കാസശാസങ്ങളായിട്ടുള്ള 25 എണ്ണമാണ്. കാസശാസത്തെ ഇല്ലാതാക്കി കാസശാസനഹരി പിന്നെ നവജ്വരഹരി 9 രീതിയിലുള്ള പനികളെയും മാറ്റി അത് ശുദ്ധിയാക്കി എടുക്കാനുള്ള ശേഷി ഈ സൂര്യപ്രഭയ്ക്കുണ്ട്. ഈ സൂര്യപ്രഭയിൽ ഇന്ന് 15,000 രൂപയാണ് സോമനാദികായ എന്ന് പറയുന്നൊരു കാര്യത്തിന്. അതുവരെ ചേർത്താണ് ഈ സൂര്യപ്രഭ ഉണ്ടാക്കുന്നത്. മിക്ക രീതിയിലും മിക്ക കക്ഷികളും ഉണ്ടാക്കുന്നതിൽ സൂര്യപ്രഭ കാണാറ്, ഈ പിന്നെ സോമനാദികായം കാണാറില്ല. അതിൻ്റെ വില അത്രയ്ക്കും അധികരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ആചാര്യം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെയൊക്കെ അനുഭവം നമുക്ക് ദൃഢമായിട്ടും നിശ്ചയമായിട്ടും കിട്ടുമെന്ന് നമ്മൾ കൊടുക്കുന്ന ഓരോ അനുഭവസ്ഥർക്കും അവരത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇതിനകത്ത് ഞങ്ങളുണ്ടാക്കിയിരിക്കുന്ന ആ സൂര്യപ്രഭ എന്നുള്ള ഗുളിക നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കണക്കിന് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടെ വൈദ്യശാലയിൽ വന്നാൽ VP ആയുർവേദ വൈദ്യശാല, പിന്നെ വൈദ്യ പാരമ്പര്യ ആയുർവേദ വൈദ്യശാല എന്നതിൻ്റെ പേര്. ഇത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് പടിഞ്ഞാറ് വശം കരുവാറ്റ കന്നുകാലിപ്പാലത്തിൻ്റെ അവിടെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഉണ്ട്. പിന്നെ അമ്പലപ്പടിക്ക് കിഴക്ക് കരുമാടി എന്നീ പറഞ്ഞ സ്ഥലത്തും ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ആവശ്യമുള്ള പിന്നെ താല്പര്യമുള്ള സജ്ജനങ്ങൾ നമ്മുടെ വൈദ്യശാലയിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നാൽ ഈ പറഞ്ഞ സൂര്യപ്രഭ എന്ന് പറയുന്ന ഗുളിക, സോമനാദികായം ചേരുവയോട് കൂടിയിട്ടുള്ള സൂര്യപ്രഭ ഗുളിക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ രോഗത്തെ മുക്തിയിൽ നിന്നും മുക്തിയിലേക്ക് മാറ്റിയെടുക്കാനും രോഗശമനത്തിനും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.